ഡ്രീം വാക്കിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് ഇടുക്കിയുടെ സ്വന്തം മാങ്കുളത്തേക്കാണ്. അപ്പൊ പോകുന്ന വഴിക്ക് വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അങ്ങനെ ഒരു വെള്ളച്ചാട്ടത്തിലാണ് നമ്മളിപ്പോ. അപ്പൊ ഇവിടെ വെച്ച് നമുക്ക് യാത്ര ആരംഭിക്കാം. മാങ്കുളത്ത് എത്തിയിരിക്കുകയാണ്. ഒട്ടും സമയം കളയാനില്ല. നമുക്ക് ഒത്തിരി ആക്ടിവിറ്റീസ് ഇവിടെ ചെയ്യാനുണ്ട്. വാട്ടർഫോൾസ് കാണണം, ഫോറസ്റ്റ് സവാരി, അങ്ങനെ ഹാങ്ങിങ് ബ്രിഡ്ജ് അതൊക്കെ കാണാനുണ്ട്. ഈ ജീപ്പിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? എത്തിയിരിക്കുകയാണ് 33 വാട്ടർഫോൾസ്. പേര് പോലെ തന്നെ 33 വാട്ടർഫോളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പേരാണ് 33 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മെയിൻ അട്രാക്ഷൻ ആയതുകൊണ്ട് തന്നെ നല്ല ക്രൗഡാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയ പ്ലേസ് ആണ്. സഫാരി ഇപ്പോൾ എത്തിയിരിക്കുന്നത് ആനക്കുളം ഫോറസ്റ്റ് ഏരിയയിലാണ്. ഇവിടെ നല്ല പീസ്ഫുൾ ആയിട്ടൊരു അന്തരീക്ഷമാണ്, ചുറ്റും കാടാണ്, നമുക്ക് റിലാക്സ് ചെയ്തിട്ട് ഇരിക്കാം. ഇവിടെ ആനകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് പോകാൻ പോകുന്നത് ആനക്കുളം എലിഫന്റ് വ്യൂ പോയിന്റിലേക്കാണ്. അപ്പം നമുക്ക് അവിടെ വെച്ച് കാണാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആനക്കുളം എലിഫന്റ് വ്യൂ പോയിന്റ്. ഈ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ മാങ്കുളത്തെ മെയിൻ അട്രാക്ഷനാണ് ആനക്കുളം എലിഫന്റ് വ്യൂ പോയിന്റ്. ഇവിടെ ആൾക്കാരൊക്കെ നോക്കിയിരിക്കുകയാണ് ആന വരുന്ന നോക്കിയിട്ട്. നമുക്കും വെയിറ്റ് ചെയ്തിരിക്കാം, ചിലപ്പോൾ ആന വരാം, വരാതിരിക്കാം. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ വൈകുന്നേരം 6 മണി തൊട്ട് വെയിറ്റ് ചെയ്യാണ് ആനനെ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സമയം 9:30 ആയി. ഏകദേശം 9 മണിയോടുകൂടിയിട്ട് ആന വന്നിട്ടുണ്ട്. ആന വെള്ളം കുടിക്കാൻ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ആനക്കുളത്തെ മാങ്കുളത്തെ ഏറ്റവും നല്ല വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് മിസ്സാക്കി കഴിഞ്ഞാൽ അത്രയും സങ്കടം കേട്ടോ. ഇത് അത്രയ്ക്ക് ഭംഗിയായ ഒരു കാഴ്ചയാണ്. രാത്രിയാണ്ടാവും തോന്നുന്നു. അത് നമ്മൾ നോക്കിയൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആട്ടോ.
രണ്ടാമത്തെ ദിവസം കേട്ടോ. നമ്മൾ ഇന്നലെ ആനക്കുളം ഫോറസ്റ്റിൽ ആനയിലൊക്കെ കണ്ടു. ഇനി നമ്മൾ നെക്സ്റ്റ് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനാണ് രാവിലെ നേരത്തെ എഴുന്നേറ്റിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ക്യാമ്പ് സൈറ്റ്. ട്രിപ്പ് ലൈഫ് എന്ന ട്രാവൽ കമ്പനിയുടെ വാലി വ്യൂ ക്യാമ്പ് എന്നവരുടെ ഓൺ പ്രോപ്പർട്ടിയാണിത്. ഇവിടെ സ്റ്റേയും ട്രാവലൊക്കെ ഇവർ തന്നെയായിരുന്നു. സൂപ്പറായിരുന്നു. എനിക്ക് ഒന്നും കൂടി വരണമെന്ന് ആഗ്രഹമുള്ള ഒരു പ്ലേസാണ്. എന്തായാലും വരും കുറച്ച് നാൾ കഴിയുമ്പോൾ. അപ്പോൾ ഇവിടുന്ന് എന്തായാലും ഇറങ്ങിയേ പറ്റൂ. സമയം വൈകി. ഡെസ്റ്റിനേഷനിലേക്ക് വന്നേക്കാണ്. ഇതൊരു ഹാങ്ങിങ് ബ്രിഡ്ജാണ്. ഇവിടുത്തെ മെയിൻ സ്പോട്ടാണ്. ഇവിടെ അരുവിയും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ്. മോർണിംഗ് വന്നോണ്ടേ ഇവിടെ തിരക്കൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാം. വ്യൂ ഒക്കെ ഒന്ന് ജസ്റ്റ് കാണേണ്ട കാഴ്ച തന്നെയാണ്. റിവർ ക്രോസ്. ഇവിടെ കുറച്ചൊക്കെ അഡ്വഞ്ചേഴ്സ് ഇഷ്ടപ്പെട്ടവർക്ക് പറ്റിയ ഒരിടാണ്. ഞാൻ തന്നെ ജീപ്പിൽ 3-4 വട്ടം ഇതൊക്കെ കൂടെ പോയി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര ത്രില്ലായിരുന്നു. അത് ഭയങ്കര സ്പീഡായിട്ടാണ് ജീപ്പ് പോയത്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ബാംബു റാഫ്റ്റിലാണ്. ലെറ്റ്സ് ഗോ. ബാംബു റാഫ്റ്റ് കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുകയാണ്. ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഇവിടെ നിന്ന് പോകാൻ സമയമായി. അങ്ങനെ നമ്മുടെ മാങ്കുളം ട്രിപ്പിന്റെ ലാസ്റ്റ് ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ്. എവിടെയാണെന്ന് അറിയണ്ടേ? വാ കാണിച്ചു തരാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡെസ്റ്റിനേഷൻ, ലക്ഷ്മി എസ്റ്റേറ്റ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാൻ. മാങ്കുളത്തിൻ്റെ അടുത്താണ് ഇത് സ്ഥിതി ചെയ്യണത്. നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട പ്ലേസ് ആണ്. അത്രയധികം ബ്യൂട്ടിഫുൾ ആണ് ഈ പ്ലേസ് കാണാനായിട്ട്. ഇതൊക്കെയാണ് എൻ്റെ മാങ്കുളം എക്സ്പീരിയൻസ്. നിങ്ങളുടെയോ?